അപ്പോൾ പ്രിയപ്പെട്ടവരെ, മറ്റൊരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. RJDU UDF പോവുകയാണ്. എല്ലാവരും UDF-ലോട്ടാണോ? PV Anwar UDF-ലേക്ക്, RJDU UDF-ലേക്ക് പോകാനുള്ള തീരുമാനമെടുക്കുകയാണ്. LDF-ലെ അതൃപ്തി തുറന്നുകാട്ടി RJD. മുന്നണി പ്രാതിനിധ്യമോ ബോർഡ് കോർപ്പറേഷൻ പ്രാതിനിധ്യമോ ഇല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ ധാരണ CPM തെറ്റിച്ചുവെന്നും RJD. UDF ഓഫറിൽ ചർച്ച തുടങ്ങിയതായും RJD ഇപ്പോൾ പറയുന്നുണ്ട്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. VS രഞ്ജിത്ത്, അങ്ങനെ LDF-ൽ നിന്നും RJDU ആ അവഗണന അത് കണക്കിലെടുത്തുകൊണ്ട് പോകുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് നമ്മൾ RJD വൃത്തങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവർ നൽകുന്ന സൂചന? ഡോക്ടർ, 2009 ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന RJD, അന്ന് മറ്റ് സോഷ്യലിസ്റ്റ് ജനതാ പോലുള്ള പേരുകളായിരുന്നു. ആ പാർട്ടി UDF-ലേക്ക് വന്നത്. പിന്നീട് UDF-ൽ വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ച് LDF-ലേക്ക് തന്നെ പോയി. ഇപ്പോൾ LDF-ൽ വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. UDF-ൽ ഉണ്ടായിരുന്നപ്പോൾ 9 കോർപ്പറേഷൻ ബോർഡ് ചെയർമാൻമാർ ഈ RJDക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ചെയർമാൻമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ ഒരു രാജ്യസഭാ സീറ്റ് ഉണ്ടായിരുന്നു. അവർക്ക് മത്സരിക്കാനോ ലോക്സഭാ സീറ്റ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ മന്ത്രിസഭാ അംഗത്വം ഉൾപ്പെടെ പരിഗണിച്ചിരുന്നു. ഇവിടെ ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് അംഗമായി പരിഗണിക്കുന്നില്ല. രാജ്യസഭാ MP സ്ഥാനമില്ല. ബോർഡ് കോർപ്പറേഷനുകളിൽ പ്രാതിനിധ്യമില്ല. അതോടൊപ്പം തന്നെ മുന്നണിയിലും പ്രാതിനിധ്യമില്ല. ഒറ്റ ജില്ലയിൽ പോലും RJDക്ക് ഒരു മുന്നണി കൺവീനറെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും ഏതെങ്കിലുമൊക്കെ ഒരു ജില്ലയിൽ കൺവീനറെ കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ അങ്ങനെ കൺവീനറെ കൊടുത്തിട്ടില്ല. അപ്പോൾ മുന്നണിക്കകത്തും പാർട്ടി ഈ സർക്കാരിലും ഒന്നും ഒരു പ്രാതിനിധ്യമില്ല എന്നുകൊണ്ട് പിണങ്ങി നിൽക്കുകയായിരുന്നു RJD. ഈ RJDയെ ഒരു സമവായത്തിലെത്തിക്കാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് CPM തന്നെ ഒരു ഉഭയകക്ഷി ചർച്ച നടത്തിയ ഒരു ധാരണയുണ്ടാക്കിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ആ ധാരണ നടപ്പാക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അസ്വാരസ്യം RJDക്കകത്തുണ്ട്. അതുകൊണ്ട് മുന്നണി വിട്ട് UDF പരിഗണിക്കാം എന്നുള്ള തരത്തിലേക്ക് ചർച്ചകൾ നടക്കുന്നുണ്ട്. ലീഗ് മുൻകൈയെടുത്ത് അത്തരത്തിലൊരു ചർച്ചയ്ക്ക് മലബാറിൽ സാധ്യത തെളിയുന്നുണ്ട്. പക്ഷേ കൽപ്പറ്റ മണ്ഡലം ഒരു തടസ്സമാണ്. കൽപ്പറ്റയാണ് ശ്രേയാംസ് കുമാറിൻ്റെ മണ്ഡലം. ആ കൽപ്പറ്റയ്ക്ക് പകരം കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് നോർത്ത് പോലെയൊക്കെയുള്ള മണ്ഡലങ്ങൾ കൊടുക്കാമെന്നൊരു വാഗ്ദാനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ട്. അത്തരം ഓഫറുകൾ സ്വീകരിച്ച് RJD വരും എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. പക്ഷേ RJDക്കുള്ളിൽ ഒരു വിഭാഗം ആളുകൾ നമ്മൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നതാണ് നല്ലത്, ഇടതുപക്ഷ പാർട്ടിയാണ്, UDF-ൽ പോയാൽ നമ്മുടെ രാഷ്ട്രീയ അസ്തിത്വം നഷ്ടപ്പെടുമെന്നൊക്കെ അഭിപ്രായ പ്രകടനം നടത്തുന്നവരുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും ഒക്കെ സ്ഥാനമാനങ്ങൾ, പദവികൾ തന്നെയാണ് വലുത് എന്ന് പാർട്ടിയിലെ വലിയൊരു വിഭാഗം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു തർക്കത്തിന് അല്പ ദിവസങ്ങൾക്കകം പരിഹാരമാകുമെന്നും UDF-ലേക്കുള്ള പ്രവേശനം സാധ്യമാകും എന്നുള്ളതാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു. VS രഞ്ജിത്താണ് നമുക്കൊപ്പം ചേർന്നത്.